ഹരി ഓം. എല്ലാവർക്കും വിനീത നമസ്കാരം. ഇന്നത്തെ നാരായണീയ യജ്ഞ സമർപ്പണത്തിലേക്ക് ഉഷ ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാരായണം ചെയ്ത് വിവരിക്കുന്നത് 97ാമത്തെ ദശകമാണ്. പാരായണം ചെയ്തതിന് ശേഷം ടീച്ചർ വിവരണം തരുന്നതായിരിക്കും. എല്ലാവർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ദശകം 97. ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേയ കഥയും. ത്രൈഗുണ്യാത് ഭിന്ന രൂപം ഭവതി ഹി ഭുവനേ ഹീനമധ്യോത്തമം യത് ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ചാഹാരഭേദാ ത്വക്ഷേത്രത്വം നിഷേവാദിതു യദിഹ പുനഃ ത്വത്പരം തത്തു സർവം പ്രാഹുർനൈർഗുണ്യാനിഷ്ടം തദനുഭജനതോ മംക്ഷു സിദ്ധോ ഭവേയം. ത്വയ്യേവന്യസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വദ്ഭക്ത്യൈ സേവ്യമാനാനവിചരിതചരാനാശ്രയൻ പുണ്യദേശാൻ ദസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമമതിഃ മുച്യമാനാവമാന സ്പർദ്ധാസൂയാദിദോഷ സതതമഖില ഭൂതേഷു സംഭൂജയേ ത്വാം. ത്വദ്ഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേവം ഹ്യുപാസ്തിം കുർവന്നൈകാത്മ്യബോധേ ചരിതി വികസതി സ്ത്വന്മയോഹം ചരേയം. ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ തസ്മാത് സർവാത്മനൈവ പ്രദിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായു ദിഷ്ട്യാ തത്രാപി സേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഃഖം. മാർക്കണ്ഡേയോ ഹി പൂർവം ഗണഗനിഗദിതദ്വാദശാബ്ദായുരുച്ചൈ സേവിത്വാ വത്സരം ത്വാ തവ ഭടനിവഹൈദ്രാവയാമാസ മൃത്യും. മാർക്കണ്ഡേയശ്ചിരായു സഖല പുനരപി സ്ത്വത്പര പുഷ്പഭദ്രാതീരേ നിന്യേ തപസ്യൻ അതുലസുകരദിഷട്ടു മന്വന്തരാണി. ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതിമരുന്മന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മപ്ലുഷ്യമാണൈ നതു പുനരശത് ത്വജ്ജനം നിർജയേത്ക. പ്രീത്യാ നാരായണാഖ്യ ത്വമഥ നരസഖ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാന സതു വിവിധവരൈ ലോഭിതോ നാനുമേനെ. ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോത് ഭക്തിതൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞ തദഭിമൃഗയതേ നൂനമാശ്ചര്യഹേതോ. യാതേ ത്വയ്യാശുവാതാകുല ജലദകളത്തോയ പൂർണാദിഘൂർണത് സപ്താർണോ രാശിമഗ്നേ ജഗതി സതുജലേ സംഭ്രമൻ വർഷകോടി. ദീനപ്രൈക്ഷിഷ്ടദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്തപാദാംഗുലീകം. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമാ ത്വരിതമുപഗത സ്പഷ്ടു മുനീന്ദ്ര. ശ്വാസേനാന്തർനിവിഷ്ട പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടബൗഘം. ഭൂയോ വിശ്വാസവാദൈർബഹിരനുപതിതോ വീക്ഷിതസ്ത്വത്കടാക്ഷൈഃ മോദാദാശ്ലേഷ്ടു കാമസ്ത്വയി പിഹിതതനൗ സ്വാശ്രമേ പ്രാഗ്വദാസീത്. ഗൗര്യാസാർത്ഥം തദഗ്രേ പുരഭിദധ
ഗതസ്ത്വത്പ്രിയ പ്രേക്ഷണാർത്ഥി സിദ്ധാനേവാസ്യ തദ്വാ സ്വയമയമജരാ മൃത്യുദാദീൻ ഗതോഭൂത് ഏവം ത്വത്സേവയൈവ സ്മരരിപുരഭി സപ്രീയതേ യേന തസ്മാത് മൂർത്തിത്രയാത്മകസ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീത് ത്രംശ്യേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭിർമന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർധ്വം തു മായാ വികൃതിവിരഹിതോ ഭാതി വൈകുണ്ഠലോക തത്ര ത്വം കാരണാംഭസ്യ പശുപകുലേ ശുദ്ധസത്വൈകരൂപീ സച്ചിദ്ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവലോകരോഗാത് സച്ചിദ്ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ദശകം 97 കൂടിയാണ്. അവിടെ അതിൻ്റെ ഹെഡിങ് ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേയ കഥയും എന്നാണ്. അപ്പൊ ഇവിടെ മാർക്കണ്ഡേയ കഥ ഒരു ഉദാഹരണമായിട്ട്, കാരണം നമ്മള് ഭക്തി ഉണ്ടാവണം, ഭക്തി രൂഢമൂലമാവണം, അതിനു വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയൊക്കെ അതാണ് എപ്പോഴും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. എന്നിൽ ഭക്തി ഉണ്ടാവണേ, എന്നിൽ ഭക്തി നിറയ്ക്കണേ, എന്നിലെ ഭക്തിഭാവത്തെ വളർത്തണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ ദശകങ്ങളിലും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളോട് അത് തന്നെയാണ് പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളെ അതിന് പ്രാപ്തരാക്കാണ്. അപ്പോൾ ഈ ഭക്തി വളരണമെങ്കിൽ നമുക്ക് ദീർഘായുസ്സും കൂടി വേണം. അപ്പൊ കുറച്ച് ചെറിയ ആയുസ്സേ ഉള്ളൂ എന്ന് വെച്ചാൽ അത്ര നാളെ നമുക്ക് ഭഗവാനെ ഭജിക്കാനുള്ള ഈ ഭൂമിയിൽ ജീവിച്ചും അതല്ലേ സാധിക്കുള്ളൂ. അപ്പൊ ദീർഘായുസ്സും കൂടി, ആരോഗ്യം വേണം, ആയുസ്സും വേണം. അപ്പോ അതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ മാർക്കണ്ഡേയ കഥ പറയുന്നത്. അതിനു മുൻപ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ത്രിഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട്. എല്ലാറ്റിലും, എല്ലാ വസ്തുക്കളിലും ഈ ത്രിഗുണങ്ങൾ വിവിധ അനുപാതത്തില്, അതിന്റെ പ്രൊപ്പോർഷൻ വ്യത്യാസമുണ്ട്, പക്ഷെ എല്ലാറ്റിലും ആ ഗുണങ്ങളുണ്ട്. അപ്പോ സത്വഗുണം കൂടുതലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഏതായാലും അതിനെ ഉത്തമമായത് എന്ന് പറയും. പിന്നെ രജോ ഗുണമാണ് കൂടുതലുള്ളതെന്ന് വെച്ചാൽ അതൊരു മധ്യമമായിട്ട് പറയാം. പിന്നെ തമോ ഗുണമാണെങ്കിൽ അതിനെ അധമമായിട്ടും പറയാം. അപ്പൊ അത് എല്ലാറ്റിലും ബാധകമാണ്. അറിവായാലും ശ്രദ്ധ, സുഖം, കർമ്മം, വസതി, എല്ലാറ്റിലും ഈ ഭേദങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെയെന്നുള്ളത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ സാത്വികമായിട്ടുള്ള, അപ്പൊ ജ്ഞാനം എങ്ങനെയാണ് ഉത്തമവും മധ്യമവും അധമവുമാകുന്നത് എന്ന് പറയുമ്പോൾ, എല്ലാ ജീവികളിലും ഒരേ ആത്മാവാണ് സ്ഥിതി ചെയ്യുന്നത് എന്നറിയുന്ന ആ ജ്ഞാനം, അതാണ് സാത്വിക ജ്ഞാനം. പിന്നെ അത് വേറെ വേറെയാണ് എന്ന് മനസ്സിലാക്കാണ്. അപ്പൊ ലൗകിക ജീവിതത്തില്, ലൗകികതയിൽ വരുമ്പോൾ എല്ലാം വേറെ വേറെ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള അറിവിനെയാണ് രാജസം എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ആ വിവേചനമില്ലാതെ, അല്ലെങ്കിൽ ഒരു അറിവും അറിവല്ല, അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ടുള്ള അറിവുകൾ ഉണ്ടല്ലോ, ചിലർ പറയില്ലേ, ഓ അതൊന്നും ശരിയല്ല. അപ്പൊ അങ്ങനെയുള്ള അറിവിനെ ഒരു താമസ ജ്ഞാനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധ, ഓരോ കാര്യത്തിലും ശ്രദ്ധയുണ്ടായാൽ മാത്രമേ ആ കാര്യങ്ങൾ മുന്നോട്ട് നടക്കുള്ളൂ, നമുക്കും പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള ശ്രദ്ധയാണ് സാത്വിക ശ്രദ്ധ എന്ന് പറയുന്നത്. അതേ സ്ഥാനത്ത് ധർമ്മകാര്യങ്ങളില്, കാരണം ഈ രജോ ഗുണ പ്രധാനികളെ എപ്പോഴും കർമ്മം ചെയ്യാനായിട്ട്, അത് ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ആ ശ്രദ്ധയെ നമുക്ക് രാജസമായിട്ടുള്ള ശ്രദ്ധ എന്ന് പറയാം.
അതുപോലെ തന്നെ അധർമ്മ കാര്യങ്ങളിലാണ് ശ്രദ്ധ എന്നുണ്ടെങ്കിൽ അതിനെ തമോ ഗുണപ്രധാനമായിട്ടുള്ള ശ്രദ്ധ എന്നും പറയാം. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഗ്രഹം, ഗ്രാമം, അങ്ങനെ ഓരോ കാര്യങ്ങളിലും ആ രാജസവും താമസവും സാത്വികവും ഒക്കെ ആയിട്ടുള്ള, ഇപ്പൊ നമ്മളുടെ വീടിനെ നമുക്ക് സാത്വിക ഭാവമുള്ള ഒരു വസതിയായിട്ടും അല്ലെങ്കിൽ ഒരു രാജസമായിട്ടുള്ള വസതിയായിട്ടും നമുക്ക് തന്നെ മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ തമോ ഗുണപ്രധാനമായിട്ടുള്ളത്. കാരണം എപ്പോഴും വളരെ ഭഗവത് ചിന്തയോട് കൂടിയിട്ട് ജീവിക്കുന്ന നാമജപവും ഒക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് അനുഭവപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഗ്രഹങ്ങളെ നമുക്ക് സത്വഗുണപ്രധാനമായിട്ടുള്ള ഒരു വസതി എന്ന് പറയാൻ സാധിക്കും. അതുപോലെ അങ്ങനെ ഓരോ കാര്യങ്ങളും അതേ സ്ഥാനത്ത് എപ്പോഴും ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഭഗവത് ഭജനത്തിനൊന്നും സമയം കാര്യമായിട്ട് ഇല്ലാത്ത ഒരു വീടാണെങ്കിൽ ആ ഗ്രഹത്തിനെ നമുക്ക് രാജസമായിട്ടുള്ള വസതി എന്ന് പറയാം. പിന്നെ തമോ ഗുണപ്രധാനമായിട്ടുള്ള വീട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ചൂതുകളി അല്ലെങ്കിൽ അങ്ങനെയുള്ള തമോ ഗുണപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വീട്, അല്ലെങ്കിൽ മദ്യപാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വീടിനെ തമോ ഗുണപ്രധാനമായിട്ടാണ് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ സുഖങ്ങള്, ഒരു ആത്മാവിൽ രമിക്കുന്നവര്, അല്ലെങ്കിൽ എല്ലാം ഭഗവാനാണ് എന്നുള്ള വിധത്തില് ആ ഒരു ആത്മാനുഭാവ സുഖം, അതാണ് സാത്വികമായിട്ടുള്ളത്. വിഷയസുഖങ്ങളിൽ രമിക്കുമ്പോൾ അത് രാജസമാവും. പിന്നെ എപ്പോഴും ഉറക്കം, നിദ്ര, ആലസ്യം, അതിന് തമോ ഗുണം എന്ന് പറയും. പിന്നെ കർമ്മങ്ങൾ എങ്ങനെയാണ്? സാത്വിക കർമ്മങ്ങൾ, ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുന്ന കർമ്മത്തിനെ സാത്വിക കർമ്മം എന്ന് പറയാം. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫലേച്ഛയോടുകൂടി ചെയ്യുന്നതിനെ നമുക്ക് രാജസ കർമ്മം എന്ന് പറയാം. അതുപോലെ ചില നിഷിദ്ധ കർമ്മങ്ങൾ, പ്രോഹിബിറ്റഡ് കർമ്മസ്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെയുള്ള കർമ്മങ്ങൾ, അതിനെ തമസ് ഉള്ള കർമ്മങ്ങൾ എന്ന് പറയാം. അതുപോലെ ഈ ആഹാരത്തിൽ വരെ സാത്വികവും രാജസവും താമസവും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഭഗവത്ഗീതയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ സാത്വികമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ആഹാരം, അതിനെ സാത്വിക ആഹാരം. പിന്നെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ധാരാളം അങ്ങനെയുള്ള ഭക്ഷണത്തിന് രാജസ ഭക്ഷണമായിട്ട് പറയാം. പിന്നെ പാകം ചെയ്ത് വളരെയധികം പഴക്കം ചെന്ന ഭക്ഷണം, അപ്പൊ അതിനെയൊക്കെ വളരെ തീരെ ഉപേക്ഷിക്കേണ്ടതായിട്ടാണ് ഭഗവത്ഗീതയിലൊക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അശുചിയായിട്ടുള്ളത്, ശുചി അല്ലാത്ത ഭക്ഷണം, അതിനെയാണ് താമസ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഭക്ഷണം മുതൽ നമ്മളുടെ ചിന്തകള്, നമ്മുടെ കർമ്മങ്ങള് എല്ലാം നമ്മളുടെ ജീവിതത്തിനെ ബാധിക്കുന്നു. അപ്പൊ അത് സാത്വിക ഭാവത്തിലേക്ക് എത്തിക്കാനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അതിനുള്ള ഒരു ഉപാധിയാണ് ഭക്തി എന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്നെ അതിന് പ്രാപ്തനാക്കണേ. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ സംബന്ധിച്ച വിഷയങ്ങളിലാകട്ടെ എന്റെ ശ്രദ്ധ. എന്ത് ചെയ്യുമ്പോഴും, അപ്പൊ നമ്മള് കൈകൊണ്ട് ചെയ്യുന്നത് ഭഗവത് പൂജയാകട്ടെ, കാലുകൊണ്ട് ക്ഷേത്ര ദർശനത്തിനാവട്ടെ, മണം എടുക്കുന്നത് തുളസിയുടെ ഗന്ധം, അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിച്ച തുളസി ഗന്ധമാവട്ടെ, ചെവികളിൽ കൂടി കേൾക്കുന്നത് അങ്ങയുടെ കഥകളാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങള് നമ്മള് ആദ്യത്തെ ദശകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളാവാൻ, ഭഗവത് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ, ആ ബ്രഹ്മത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ഭാവം എന്നിൽ വളരണേ, അതിനെന്നെ പ്രാപ്തനാക്കണേ, അങ്ങനെ ഞാൻ സിദ്ധനായി തീർന്നുകൊള്ളാം എന്ന് ഗുരുവായൂരപ്പന്റെ മുന്നില് മേൽപ്പത്തൂര് ഒരു പ്രതിജ്ഞ എടുക്കാണ്. നമ്മളോടും പറയാണ്, ശ്രമിച്ചോളൂ, ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു ഭാവം. ആ അങ്ങനെ ഓരോ കാര്യങ്ങളും ലൗകിക ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്ത് ഒരു പ്രതിമയിൽ പൂജിച്ച് അങ്ങനെ ഓരോന്നും ചെയ്ത് പിന്നീട് അതിനെയെല്ലാം വിട്ട് നമ്മളൊരു നിർഗുണ പരബ്രഹ്മത്തെ നമുക്ക് മനസ്സിൽ ആരാധിക്കാൻ സാധിക്കാവുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്താണ്. അപ്പോ ഇവിടെ അതിന് ഉദാഹരണമായിട്ട് എപ്പോഴും പറയാറുള്ളത് പോൾ വാൾട്ടുകാരന്റെ കഥയാണ്. ഒരു സ്പോർട്സ് ആണല്ലോ പോൾ വാൾട്ട്, ഒരു വടി ഊന്നിയിട്ട് അതില് ചാടുന്ന ഒരു സ്പോർട്സ് ആണ് അത്. അപ്പൊ അവിടെ വരെ ആ
പോയിന്റ് വരെ എത്താനായിട്ട് ഈ വടിയുടെ സഹായം ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വിട്ടില്ലെങ്കിൽ അത് ഫൗളായി ആവും. അപ്പൊ അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് അതിന്റെ ആ നിർഗുണ പരബ്രഹ്മം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇതിനെയെല്ലാം പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകണം. അപ്പൊ സത്വഗുണം പോലും ഉപേക്ഷിക്കണം എന്ന് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ ഭഗവാനിൽ മനസ്സർപ്പിച്ച് സുഖമായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ജീവിതമാണോ ലഭിച്ചിട്ടുള്ളത് അതിനെ ഏറ്റവും നന്നായിട്ട് ഭഗവത് അർപ്പണത്തോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വിചാരം സർവചേഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. വിചാരം, വാക്ക്, പ്രവൃത്തി അതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ഇവിടെ ഈ രണ്ടാമത്തെ ശ്ലോകം എപ്പോഴും ഗുരുനാഥന്മാര് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ വിശദമായിട്ട് വിശദീകരിക്കാറുണ്ട്. കാരണം ഇതൊക്കെ ചെയ്തിട്ടും ഇങ്ങനെയാണല്ലോ ഭഗവാനെ എന്ന് പറയുന്നവർക്ക്, അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്താലും ചിലപ്പോഴൊക്കെ വിമർശനങ്ങൾക്ക് നമുക്ക് വിമർശനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് ഈ ശ്ലോകം അവിടെയാണ് പ്രസക്തമാവുന്നത്. എല്ലാം എന്ത് കിട്ടിയാലും, വിമർശനമായാലും അതുപോലെ തന്നെ നമ്മളെ അഭിനന്ദനമാണെങ്കിലും അതെല്ലാം ഒരേ വിധത്തില് എല്ലാറ്റിലും സമഭാവനയോടെ അതിനെ നോക്കിക്കാണാനും അല്ലെങ്കിൽ അനുഭവിക്കാനും നമുക്ക് സാധിക്കണേ എന്നുള്ളതാണ്. അപ്പൊ ഭക്തന്മാരെ സേവിക്കുക എന്നുള്ളതാണ്, ഭഗവാനെ സേവിക്കുക എന്നുള്ളതിന്റെ ഇപ്പൊ മാനവ സേവയാണ് മാധവ സേവ എന്ന് പറയും. അപ്പൊ അതിനൊക്കെ ഉദാഹരണങ്ങളായിട്ട് ഈ അധ്യായത്തിലെ ഈ ദശകത്തിലെ ഈ ശ്ലോകം പ്രത്യേകമായിട്ട് പറയാറുണ്ട്. അപ്പോ ഓരോ സ്ഥലങ്ങളിലും പുണ്യദേശങ്ങളിലെ യാത്ര ചെയ്യുക. പിന്നീട് ഇതില് വളരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ദസ്യോ വിപ്രേ. അപ്പൊ രണ്ട് ആളുകളാണ്, ഒന്ന് തട്ടിപ്പറിക്കാരൻ, ഒന്ന് ബ്രാഹ്മണൻ. അപ്പൊ എന്താന്ന് വെച്ചാൽ രണ്ട് നിലയിൽ നിൽക്കുന്നത്, ഏറ്റവും താഴെ നിലയിലും ഏറ്റവും ഉയർന്ന നിലയിലും. അങ്ങനെയുള്ള ആളുകളെ അതുപോലെ തന്നെ എല്ലാം നമ്മളെ ബഹുമാനിക്കുകയാണെങ്കിലും അതല്ല അപമാനിക്കുകയാണെങ്കിലും ഇതെല്ലാം സമഭാവനയോടെ. അതുപോലെ തന്നെ സ്പർദ്ധ, അസൂയയിൽ നിന്നാണ് ശരിക്കും സ്പർദ്ധ ഉണ്ടാവുന്നത്. ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അയാളോട് നമുക്ക് അസൂയ തോന്നുകയാണെങ്കിൽ അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ, ഒരു സ്പർദ്ധ അവിടെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളെയൊക്കെ കൈവിട്ട് സകല ജീവികളിലും ഏതവസ്ഥയിലും അങ്ങയെ തന്നെ നന്നായി പൂജിച്ചോളാം. അപ്പൊ എല്ലാറ്റിലും ഭഗവാനാണ് എന്നുള്ള ആ ഒരു അവസ്ഥ, ഏകത്വ ബുദ്ധി എന്ന് പറയാം, അവിടെ അങ്ങനെ അതിലേക്ക് എത്തിച്ചേരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ നാമങ്ങളും ജപിച്ചുകൊണ്ട് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കുക. ലോകം മുഴുവൻ സഞ്ചരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടിപ്പോകണം. അതൊരു എസ്കേപ്പിസമായിട്ടല്ല. കാരണം എന്താന്ന് വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളെ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഏറ്റെടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അത് നമുക്ക് സാധിക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ട. ചെയ്യുന്ന കാര്യങ്ങള് ഭഗവത് അർപ്പണമായിട്ട് മുഴുവൻ നമ്മളുടെ മനസ്സും അതിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് ഞാൻ ചെയ്തു ഇത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, ഇതും എനിക്ക് ചെയ്യാനുള്ളതാണ് എന്നിട്ടൊരു കംപ്ലൈന്റും വരും അവിടെ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതെ എല്ലാം ആ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടണേ എന്നാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് എന്നെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുന്നു, എന്നെ ഇതിന് പ്രാപ്തനാക്കുന്നു, അല്ലാതെ ഞാൻ ചെയ്തു എന്നുള്ള ഭാവം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ ഉണരേണ്ടതാണ് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ആ എല്ലാറ്റിലും ഉള്ള ഈ ശക്തി, ഈ ആത്മാവാണ് എന്നുള്ള ആ ബോധത്തിലേക്കുള്ള ഒരു ഉണർവ് അല്ലെങ്കിൽ ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ അതിന് ഭക്തിമാർഗത്തെ, ഏത് നിലയ്ക്കായാലും ഭക്തിമാർഗത്തെയാണ് നമുക്ക് ആശ്രയിക്കേണ്ടത്. ആ ഭക്തി എനിക്ക് തരണേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ആ ഭക്തിയോഗത്തെ ദൃഢീകരിക്കാൻ വേണ്ടി നമുക്ക് ആരോഗ്യം വേണം. ആരോഗ്യം മാത്രം പോരാ, ആയുസ്സും വേണം. അപ്പൊ അതിനിവിടെ ഒരു ഉദാഹരണമായിട്ട്, അപ്പൊ അവിടെയും നമുക്ക് ആരോഗ്യത്തിനും ആയുസ് നീട്ടിക്കിട്ടാനും, ഇപ്പൊ രോഗാവസ്ഥയിലോ ഒക്കെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. ഭഗവാനെ ഈ രോഗത്തെ മാറ്റിത്തരണേ. അപ്പൊ രോഗം മാറ്റിക്കഴിഞ്ഞാൽ ശരീരത്തിന്
ആരോഗ്യം. അപ്പൊ അത് പിന്നീട് നമ്മള് കുറച്ചുകൂടി എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണല്ലോ, ദീർഘായുസ്, ആയുരാരോഗ്യ സൗഖ്യം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ രോഗം മാറാൻ എന്തിനും ഭക്തിയാണ് വേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പറയാണ്, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഭക്തി തന്നെയാണ് രണ്ടിനും വേണ്ടത്. രോഗാവസ്ഥയെ മാറാനും ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്, ദീർഘായുസിനും ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പൊ അതിനിവിടെ ഉദാഹരണമായിട്ട് മാർക്കണ്ഡേയന്റെ ഒരു കഥ പറയാണ്. മാർക്കണ്ഡേയൻ ജനിച്ചു കഴിഞ്ഞപ്പോ, മാർക്കണ്ഡേയന്റെ അച്ഛനും അമ്മയൊക്കെ വളരെ ഭക്തരായിരുന്നു. അപ്പൊ അവർക്കൊരു കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഒരു പുത്രഭാഗ്യം ഉണ്ടായത്. അപ്പോ ആ കുട്ടിയുടെ ജാതക ഫലമൊക്കെ പറയുമല്ലോ. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 കൊല്ലേ ആയുസ്സുള്ളൂ ഈ കുട്ടിക്ക്. അപ്പൊ 12 കൊല്ലം ഒരു കുട്ടി 12 കൊല്ലമായിട്ട് ആ കുട്ടിയെ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ആ ദുഃഖം സഹിക്കാൻ പറ്റില്ല. പ്രായമായിട്ട് മരിക്കുന്നതും ദുഃഖം തന്നെയാണ്. പക്ഷെ ചെറിയ പ്രായത്തില് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിച്ചു പോവുക എന്നുള്ളത് അത് അതീവ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഭഗവാനെ ഭജിച്ചു എന്നാണ്. ഒരു കൊല്ലം മുഴുവൻ നവാമുകുന്ദനെ ഭജിച്ചു എന്നാണ്. നവാമുകുന്ദനെ ഭജിച്ച്, അപ്പൊ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. എത്രത്തോളം ദൃഢമായിട്ട് ഒരു കാര്യത്തിൽ മനസ്സർപ്പിച്ചത് ചെയ്യുന്നുവോ അത് ഭഗവാൻ നിവർത്തിച്ചു തരും. ഇപ്പൊ ധ്രുവന്റെ തപസ്സൊക്കെ നമ്മൾ കണ്ടതാണ്. എപ്പോഴും അങ്ങനെയാണ്. ഭഗവാൻ പോലും, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം പോലും, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു എഴുത്തുകാരന്റെ ഇതുണ്ട്, നമ്മളെ എന്തെങ്കിലും വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ തീവ്രമായിട്ട് അത് ആഗ്രഹിച്ചാൽ, അത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് പ്രപഞ്ചം പോലും അത് നമുക്ക് തരാനായിട്ട് തയ്യാറാവുന്നതാണ്. അതുപോലെയാണ് ഇവിടെ ഉണ്ടായത്. ഒരു കൊല്ലം മുഴുവൻ അത്യന്ത നിഷ്ഠയോടെ ഭഗവാനെ ഭജിച്ചു, നവാമുകുന്ദനെ ഭജിച്ചു എന്നാണ്. അപ്പോ അങ്ങയുടെ ഭടന്മാരെ കൊണ്ട്, അല്ലെങ്കിൽ വിഷ്ണു പാർഷദന്മാരെ കൊണ്ട് മൃത്യുവിനെ ഓടിച്ചു കളഞ്ഞു എന്നാണ്. ഇതാണ് ഭഗവത് ഭജനത്തിന്റെ അല്ലെങ്കിൽ ഭഗവത് ഭക്തിയുടെ പ്രത്യേകത. എന്ത് വേണമെങ്കിലും പ്രയർ ക്യാൻ ഡു മിറക്കിൾസ് എന്ന് പറയും. അത് വളരെ സത്യമായിട്ടുള്ള, ഓരോരുത്തരുടെയും, നമ്മുടെയൊക്കെ ഇത്രയും കാലത്തെ ജീവിതത്തില് പല പ്രാവശ്യം നമുക്ക് ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തർക്കും. ചിലപ്പോ ആ അനുഭവം നമ്മൾ മനസ്സിലാക്കിയോ എന്നുള്ളത് പ്രയാസമാണ്. അപ്പൊ നമ്മൾ രോഗം വന്നു, മരുന്ന് കഴിച്ചത് കൊണ്ട് രോഗം മാറി, അല്ലെങ്കിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടത് കൊണ്ട് നമ്മുടെ രോഗം മാറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അവിടെ ആ ശക്തി, അല്ലെങ്കിൽ ആ കൈകള്, ആ അദൃശ്യ കരങ്ങൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്, ബറോഡയിലുള്ള ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റിന്റെ കഥ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം പറയുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത ഒരു കഥയുണ്ട്. അതൊക്കെ 100-ൽ 110% സത്യമായിട്ടുള്ളതാണ്. അതിലൊന്നും ഒരു % പോലും അതിൽ കൃത്രിമത്വം ഇല്ല. വളരെ കൃത്യമായിട്ടുള്ള. അപ്പൊ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ രോഗം വന്നാൽ ഡോക്ടറാണ് ദൈവം, അങ്ങനെയാ നമ്മൾ പറയാ. അപ്പോ ഈ ഡോക്ടറും ആശ്രയിക്കുന്നത് ആരെയാണ്? വൈദ്യനാഥനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ തന്നെയാണ്. എല്ലാവരും ഓരോ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഓരോ ചികിത്സകളും ഭക്തനായിട്ടുള്ള ഒരു ഡോക്ടർ, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഒരു ജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞ ആളുകൾക്ക് അറിയാം ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത്. അല്ലാത്തവരാണ്, ഈ മനസ്സിൽ ആ ഭക്തി ഉദിക്കാത്തവരാണ് ഇത് ഞാൻ ചെയ്തു, ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെ ഉണ്ടായതെന്ന് പറയാം. എല്ലാം ആ ഭഗവാന്റെ അദൃശ്യ കരങ്ങള് നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് സാധ്യമാവുന്നത്. അപ്പൊ അങ്ങനെ ആ മാർക്കണ്ഡേയൻ ചിരായു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്താ പറയാ, എല്ലാ കാലത്തും ജീവിക്കുന്ന ഒരാള് അങ്ങനെ ആയി തീർന്നു എന്നാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ദീർഘായുസായി തീർന്നു. അപ്പൊ ദീർഘായുസ്, അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അത് ലഭിച്ചു. അപ്പൊ ഇനിയിപ്പോ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ, അപ്പൊ ഭഗവാൻ എന്നിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ എനിക്ക് ഇങ്ങനെ ഫലം കിട്ടി, ഇനി എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അങ്ങനെ വിചാരിച്ചില്ല. ആ പ്രാർത്ഥന അത് തുടർന്നുകൊണ്ടേ തന്നെ ഇരുന്നു. ദീർഘായുസ് എന്നുള്ളതിന് ചിരഞ്ജീവി എന്നാണ് നമ്മൾ പറയുക. ചില പദങ്ങള് ചിലപ്പോ അതുകൊണ്ടാണ്. അപ്പൊ ആ മാർക്കണ്ഡേയൻ ദീർഘായുസ്സായി ചിരഞ്ജീവിയായി തീർന്നു എന്നാണ്. എന്നിട്ടും ആ
ബാക്കി സുഖങ്ങളിലൊക്കെ രമിച്ച് ജീവിക്കുകയല്ല ചെയ്തത്, ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് തപസ് ചെയ്തു എന്നാണ്. പുഷ്പഭദ്രാ നദീ തീരത്താണ്. പുഷ്പഭദ്രാ നദി എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു നദിയാണ് പുഷ്പഭദ്രാ നദി. അതിന്റെ തീരത്താണ് തപസ് അനുഷ്ഠിച്ചത്. അത് കുറച്ചു കാലമൊന്നുമല്ല, 6 മന്വന്തരങ്ങൾ തപസ് ചെയ്തു എന്നാണ്. 6 മന്വന്തരം എന്ന് പറയുമ്പോൾ, ഒരു മന്വന്തരം എന്ന് പറയുമ്പോൾ 70 കൂടുതൽ 71 ദിവ്യ യുഗമാണ് ഒരു മന്വന്തരം. അപ്പൊ അങ്ങനെ 6 മന്വന്തരം എന്ന് 6ാമത്തെ മന്വന്തരത്തില് 6 മന്വന്തരങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചു എന്നാ പറയുന്നത്. പൂജിച്ചു അല്ലെങ്കിൽ ധ്യാനിച്ചു, തപസ് ചെയ്തു. അപ്പൊ ഇവിടെ ഓരോ മന്വന്തരത്തിലും ബ്രഹ്മാവും അതുപോലെ തന്നെ ദേവേന്ദ്രനും ഒക്കെ അവർ മാറുമല്ലോ. അപ്പൊ ഈ 7ാമത്തെ മന്വന്തരത്തിലെ ദേവേന്ദ്രൻ, അപ്പൊ ഈ ദേവേന്ദ്രന് ആരെങ്കിലും വളരെ കൃത്യമായിട്ട് ധ്യാനം തപസ്സൊക്കെ ചെയ്താൽ അദ്ദേഹത്തിന് അപ്പോഴേക്കും ഒരു ടെൻഷൻ വരും. അദ്ദേഹം വിചാരിക്കും എന്റെ ദേവലോകം അല്ലെങ്കിൽ എന്റെ സ്വർഗലോകം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇദ്ദേഹം തപസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ തപസ്സിന്റെ സമയത്തും അദ്ദേഹത്തിന് അങ്ങനെ ഒരു തോന്നൽ വരും. കാരണം അത് ഇന്ദ്രിയങ്ങളുടെ ഒരു അവസ്ഥയാണ്. മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുമ്പോൾ ഇത് നമ്മളെ ബാധിക്കോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ടെൻഷൻ. അപ്പൊ ഈ ദേവേന്ദ്രന്മാരൊക്കെ നമുക്ക് നമ്മുടെ ലൗകിക ജീവിതത്തിലും ഇങ്ങനെയുള്ള ദേവേന്ദ്രന്മാരെ കാണാൻ സാധിക്കും. ഒരാള് ആധ്യാത്മിക ഇതിൽ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അയാളെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറ്റാനായിട്ട്, ഇത് ശരിയല്ല, നിങ്ങളുടെ ഗുരു ശരിയല്ല, നിങ്ങളുടെ മറ്റയാള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും വിധത്തില് മാറ്റാനുള്ള ഒരു പ്രവണത ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അപ്പൊ ദേവേന്ദ്രൻ എന്താ ചെയ്തത്, അദ്ദേഹം കാമദേവനെ കൂട്ടുപിടിച്ചിട്ട്, കാമദേവന്റെ കുറെ കൂട്ടുകാരുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സിൽബന്തികള്, മലയമാരുതൻ, പിന്നെ സുന്ദരിമാരായ സ്ത്രീകള്, അവിടത്തെ ദേവസുന്ദരിമാര്, അവരെയൊക്കെ കൂടി ഈ മാർക്കണ്ഡേയൻ തപസ് ചെയ്യുന്ന പുഷ്പഭദ്രാ നദീ തീരത്തുള്ള തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോ അപ്പൊ ഈ എല്ലാ സംഗതികൾക്കും അങ്ങനെയാണ്, ഒരു ലെവലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അവരെ ഒരു വിധത്തിലും സ്വാധീനിക്കാൻ സാധിക്കില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മാർക്കണ്ഡേയന്റെ തപസ്സിന്റെ ശക്തി കൊണ്ട്, അതിന്റെ ഊഷ്മാവ് കൊണ്ട് തന്നെ അവരൊക്കെ തളർന്നു പോയി എന്നാ പറയുന്നത്. അപ്പോ ഈ മലയമാരുതൻ, അപ്പൊ അതൊക്കെ ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓരോ സംഗതികളാണ്. അപ്പൊ ഇതൊക്കെ വന്നിട്ടൊന്നും മാർക്കണ്ഡേയന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല. കാരണം മാർക്കണ്ഡേയൻ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് ആ ഭഗവാനെ ഭജിക്കുന്നതിൽ മാത്രം സന്തോഷം കണ്ടിട്ടുള്ള ആളാണ്. അല്ലാതെ ഈ ഭജിക്കുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഗുണം എന്ന് വിചാരിച്ച് ഭജിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ കാമദേവനോ കാമദേവന്റെ കൂട്ടുകാർക്കോ സാധിച്ചില്ല. അപ്പൊ ദേവേന്ദ്രന്റെ ശ്രമം വിഫലമായി. കൂടാതെ അവരൊക്കെ പേടിച്ച് ഓടിപ്പോയി, അല്ലെങ്കിൽ അവിടെ വാടിക്കൊഴഞ്ഞു പോയി എന്നാ പറയാം. അപ്പൊ അവർക്കൊന്നും കൂട്ടിയിട്ട് കൂടിയില്ല. അപ്പോ അവിടെ നമുക്ക് ഭഗവത്ഗീതയിലെ ഒരു വാക്കുണ്ടല്ലോ, നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തനെ നാശമില്ല, അല്ലെങ്കിൽ ഭക്തനെ സംരക്ഷിക്കുന്ന ചുമതല ഭഗവാൻ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. ഭക്തദാസനാണ് ഭഗവാൻ. അപ്പൊ ഒരു ഭക്തിപൂർവം ഒരാള് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളെ അത് എന്തെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടിക്കാനോ ശ്രമിക്കുന്ന ആളെ ആ ഭക്തനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഭഗവാൻ നേരിട്ട് അതിനു വേണ്ട പരിഹാരം ചെയ്തോളും, അല്ലെങ്കിൽ അയാളെ ഒരു പാഠം പഠിപ്പിച്ചോളും. കാരണം ഭക്തനെ ബുദ്ധിമുട്ടിക്കാൻ ഭഗവാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. ഭക്തനായിട്ടുള്ള മാർക്കണ്ഡേയനെ ബുദ്ധിമുട്ടിക്കാൻ വന്ന ദേവേന്ദ്രന്റെ അല്ലെങ്കിൽ ദേവേന്ദ്രന്റെ നിർദ്ദേശത്തിൽ വന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് അവരൊക്കെ ഓടിപ്പോയി. അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. നാണം കെട്ടിട്ടുണ്ടാവും, ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ഒരാളുടെ അടുത്ത ഈ ഒരു പ്രയോഗം കൊണ്ടു ചെല്ലേണ്ടിയിരുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ ഈ മാർക്കണ്ഡേയന്റെ തപസ്സില് എല്ലാവരും വളരെ സന്തുഷ്ടരാവാണ്. അപ്പൊ നരനാരായണന്മാര് ഇത് കാണാണ്. അപ്പൊ അങ്ങനെ നരനാരായണന്മാര് അവിടെ നേരിട്ട് വന്ന് മാർക്കണ്ഡേയന്, അപ്പൊ അതാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എല്ലാവരിൽ നിന്നും മറ്റു ഭക്തന്മാരിൽ നിന്ന് നമുക്ക് നല്ലോണം പ്രോത്സാഹനം എല്ലാം ലഭിക്കും. അപ്പൊ ഇവിടെ അവിടെ വന്നു ചേർന്ന് ഒന്ന് കാണാനാണ്, ഇങ്ങനെ ഇത്രയും നല്ലൊരു ഭക്തനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചെന്ന് കാണാണ്. അങ്ങനെ വളരെയധികം. അപ്പൊ അവരെ കണ്ടപ്പോ
മാർക്കണ്ഡേയനും വളരെ നന്നായിട്ട് സ്തുതിച്ചു. കാരണം ഭക്തി ഉള്ളിലുണ്ടെങ്കിൽ ആരോട് എങ്ങനെ ഏത് സമയത്ത് പെരുമാറണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ വളരെ ഭംഗിയായിട്ട് സ്തുതിച്ചു. അപ്പൊ സ്തുതിച്ചപ്പോ സാധാരണഗതിയില് വരങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ വരങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു എന്നാ പറയുന്നത്. എന്താണ് വേണ്ടത്, ഏത് വരം ചോദിച്ചോളൂ, എന്ത് വേണമെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അങ്ങനെ മാർക്കണ്ഡേയന് ഒരു വരവും വേണ്ട. മാർക്കണ്ഡേയൻ ആത്മാവിൽ തന്നെ ആനന്ദം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോ കുറെ നിർബന്ധിച്ചപ്പോ ചിലപ്പോ ഒരു തോന്നല് ഉണ്ടായിട്ടുണ്ടാവും, അങ്ങയുടെ മായ കണ്ടാൽ തിരക്കിടില്ല എന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. മായ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ മായ കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ അതൊന്ന് കണ്ടാൽ കൊള്ളാം. അപ്പൊ നമ്മള് ആ മത്സ്യാവതാര കഥയില്, സത്യവ്രതന്റെ കഥയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പ്രളയം കാണണം എന്ന് സത്യവ്രതൻ ആഗ്രഹിച്ചു. അപ്പൊ 7 ദിവസം ക്ഷമിച്ചോളൂ, 7-ാം ദിവസം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഭക്തന്റെ ഏതാഗ്രഹവും ഭഗവാൻ സാധിപ്പിച്ചു തരും. അപ്പൊ ഇവിടെ മായ കാണണം എന്നാണ് പറഞ്ഞത്. ശരി, അതിലും കാണിച്ചു തരാം എന്ന് വിചാരിച്ച് ഉടനെ തന്നെ അവര് ആ നരനാരായണന്മാര് അവിടെ നിന്ന് പോയ ഉടനെ തന്നെ അവിടെ ഗംഭീരമായിട്ടുള്ള കൊടുങ്കാറ്റ്, ഇളകി മറിയുന്ന സമുദ്രം, മേഘങ്ങളൊക്കെ ഇങ്ങനെ വിടാതെ മഴ പെയ്യിച്ചു. അപ്പൊ ആകെ കൂടി വല്ലാത്തൊരു കോളിളക്കം, ആ സപ്തസാഗരങ്ങള്, ഭൂമി എന്നുള്ളത് ഇല്ലാത്ത പോലെയായി. അപ്പോ ആ മാർക്കണ്ഡേയ മഹർഷി അവിടെ ആ പ്രളയ ജലത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങി എന്നാണ് ആ സത്യവ്രതന്റെ കഥയിൽ നമുക്ക് ഇത് രണ്ടും നമുക്ക് ഏകദേശം ഒരു കണക്റ്റഡ് ആയിട്ട് ആലോചിക്കാൻ സാധിക്കും. അപ്പൊ വളരെ കഷ്ടത്തിലായി. കാരണം എവിടെ നോക്കിയാലും ജലം മാത്രം. അപ്പൊ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയാത്തൊരവസ്ഥ. ഇത് തന്നെയാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മായയുടെ അതിൽ കുടുങ്ങിപ്പോയി അദ്ദേഹം. എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴാണ് ഒരു ഭഗവത് ദർശനം അവിടെ ലഭിക്കുന്നത്. മാർക്കണ്ഡേയൻ ഭക്തനാണ്. അപ്പൊ മായ കാണണം എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ആ ഒരു മായാ ശിശുവിനെയാണ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തത്. ഒരു പേരാലിലിൽ കിടക്കുന്ന ശ്യാമള കോമളനായിട്ടുള്ള ഒരു ബാലൻ. അപ്പൊ അവിടെയാണ് ആ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകം, കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് നമ്മൾ അവിടെ ചൊല്ലും. നാരായണീയ പാരായണ വേളകളിലൊക്കെ ഈ ശ്ലോകം വരുമ്പോൾ നമ്മൾ ഇത് ചൊല്ലാറുണ്ട്. അത് ആ ഭഗവാൻ കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെയുള്ള ഒരു ആശ്ചര്യം തോന്നിപ്പിക്കുന്ന ഒരു അദ്ഭുത ശിശുവായിട്ടാണ് ഭഗവാൻ ദർശനം കൊടുത്തത് മാർക്കണ്ഡേയന്. എത്ര മഹാഭാഗ്യവാനാണ് അദ്ദേഹം എന്ന് വിചാരിക്കണേ. അങ്ങനെ കുറെ കാലം, അങ്ങനെ അതിദീർഘമായിട്ടുള്ള ഒരു കാലം എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഭഗവാനെ അങ്ങനെ കണ്ടതോടുകൂടി, ആ അദ്ഭുത ശിശുവിനെ കണ്ടതോടുകൂടി ആ ഭക്തനായിട്ടുള്ള ഭഗവാനിൽ മനസ്സർപ്പിച്ചിട്ടുള്ള ആ മാർക്കണ്ഡേയ മഹർഷി കോരിത്തരിച്ചു. അപ്പൊ എന്താ ചെയ്യാൻ പോയത്, ഒന്ന് തൊടാൻ. അപ്പൊ നമുക്കൊക്കെ ആഗ്രഹം തോന്നൂലോ, ആ ഉണ്ണിയെ ഒന്ന് തൊടാൻ ഒരു ആഗ്രഹം തോന്നി. അപ്പൊ അടുത്തേക്ക് ചെന്നു. അപ്പൊ അടുത്ത് ചെന്നപ്പോ ആ ശ്വാസവായു, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസവായുവിൽ കൂടി ആ മാർക്കണ്ഡേയനെ ഉള്ളിലേക്ക് എടുത്തു എന്നാണ്. അപ്പോ ഭഗവാൻ അമ്മയ്ക്ക് വായിലാണ് കാണിച്ചു കൊടുത്തത്. എല്ലാ ലോകങ്ങളും കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ ഭഗവാൻ ആ മാർക്കണ്ഡേയനെ നേരെ കുക്ഷിയിലേക്കാണ് എടുത്തത്. അപ്പൊ അവിടെ എന്താണ് കണ്ടത്, വിഷ്ടപൗഘം ദൃഷ്ടവാൻ, ലോകമായ ലോകമെല്ലാം, ഈ 14 ലോകങ്ങളും ഭഗവാന്റെ കുക്ഷിയിലാണ്. അത് മാർക്കണ്ഡേയൻ കൃത്യമായിട്ട് കാണാണ്. വിശ്വരൂപ ദർശനം ലഭിക്കുകയാണ്. ഭഗവാന്റെ ഉള്ളിൽ പോയിട്ടാണ് ലഭിക്കുന്നത്. എത്ര ഭാഗ്യവാനാണ് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. പിന്നീട് അപ്പൊ ഇതൊന്നും കൂടുതൽ സമയത്തേക്കുള്ളതല്ലല്ലോ. അപ്പൊ യശോദയ്ക്കും കാണിച്ചു കൊടുത്തത് ഒരുപാട് സമയത്തേക്കൊന്നും ഉണ്ടായില്ല. വീണ്ടും വീണ്ടും ലൗകികത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അമ്മയെ. അതുപോലെ തന്നെ ഇവിടെ ആ ഉച്ഛ്വാസവായുവിൽ കൂടി വീണ്ടും ഈ മാർക്കണ്ഡേയനെ പുറത്തേക്ക് തള്ളിന്നാണ്. അങ്ങനെ പുറത്തു വന്നപ്പോഴും ഈ കുട്ടിയെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലിംഗനം ചെയ്യാൻ, ആ ഉണ്ണിയെ ഒന്ന് തൊടാൻ, ഒന്ന് ആലിംഗനം ചെയ്യാൻ അക്രൂരർ ആഗ്രഹിച്ചില്ലേ, എനിക്കൊന്ന് തൊടാൻ സാധിക്കോ, എനിക്കൊന്ന് ആലിംഗനം ചെയ്യാൻ പറ്റുമോ, എന്താണ് എന്നോട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് വന്നില്ലേ. അതുപോലെ ഇവിടെ ഒന്ന് ഇത്ര അടുത്ത് കിട്ടിയപ്പോ ഒന്ന് ആലിംഗനം ചെയ്യാനായിട്ട് അടുത്ത് ചെന്നപ്പോ ആ തക്ഷണം
ഉടനെ തന്നെ ആ കാഴ്ചയൊക്കെ ഒന്നുമില്ലാതെയായി, അന്തർധാനം ചെയ്തു എന്നാണ്. വീണ്ടും പഴയപടി ആ മുനി ആ സ്വന്തം ആശ്രമത്തിലെ ആ നദീ തീരത്ത് എവിടെയാണോ ഇരുന്നത്, പുഷ്പഭദ്രാ തീരത്ത് അവിടെ ഇരുന്ന പോലെ തന്നെ എല്ലാം പഴയപടിയായി തീർന്നു. ഒന്നുമില്ല, പ്രളയമില്ല, യാതൊന്നുമില്ല. പിന്നെ വീണ്ടും ആ തപസ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചു എങ്കിലും ആ ഭക്തനായിട്ടുള്ള മാർക്കണ്ഡേയൻ വീണ്ടും തപസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ദേവന്മാരുടെ ദേവനായിട്ടുള്ള മഹാദേവൻ ഗൗരി സമേതനായിട്ട് കാണാൻ വരികയാണ്. അപ്പൊ ഭക്തനെ കാണുന്നതില് എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോ ഭഗവാൻ മാത്രമല്ല, പരമശിവൻ മാത്രമല്ല, ഗൗരിയുമായിട്ടാണ് ആ മാർക്കണ്ഡേയ മുനിയുടെ മുന്നിൽ ചെന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും മാർക്കണ്ഡേയൻ സ്തുതിച്ചു കാണും. അപ്പൊ മാർക്കണ്ഡേയനോട് ചോദിച്ചു കാണും, എന്താണ് വരം വേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. ഓരോരുത്തരും ചെന്നാൽ ഇതാണ് ചോദിക്കുക, ഞാൻ എന്താണ്, വാട്ട് കൻ ഐ ഡു ഫോർ യു എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ മാർക്കണ്ഡേയൻ ചിരഞ്ജീവി ആയിട്ടുള്ള അനുഗ്രഹം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നിലും അജരാമൃത്യു എന്നാണ്, മരണം സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ അത് ചിരഞ്ജീവി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ ഓരോ സിദ്ധികളെ ആവശ്യപ്പെടാതെ തന്നെ നൽകി എന്നാണ്. അപ്പൊ ഓരോരുത്തർക്കും എന്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഭക്തനെ കാണുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തു എന്നാണ്. അങ്ങനെ അപ്പൊ പറയാണ്, കാമവൈരി പോലും ഭഗവാനെ സേവിച്ചാലേ പ്രീതിപ്പെടുന്നുള്ളൂ. അപ്പൊ എന്താണ്, വിഷ്ണുവിനെ പ്രാർത്ഥിച്ചാൽ ശിവന്റെയും കൂടി അനുഗ്രഹം ലഭിക്കുകയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇതില് ഒന്നും വ്യത്യാസമായിട്ട് ഒന്നുമില്ല, എല്ലാം ഒരേ ശക്തിയുടെ വിവിധ ഭാവങ്ങൾ തന്നെ എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാക്കി തരാണ്. പിന്നെ പറയുന്നത് ഭഗവാന്റെ അവസ്ഥകളെ പറ്റിയാണ്, ഭഗവാന്റെ വൈകുണ്ഠത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് ആ സത്യലോകത്തിലെ 3 ഭാഗങ്ങള്. അതില് വിധി, ഹരി, പുരഭിത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അവരുടെ സ്ഥാനങ്ങള്. അപ്പൊ ഇതൊക്കെ കൽപ്പിച്ചു കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ മായയുടെ യാതൊരു ആവരണങ്ങളും അല്ലെങ്കിൽ വികാരങ്ങളും ഒന്നുമില്ലാത്ത വൈകുണ്ഠലോകം, ആ സ്ഥാനങ്ങൾക്കെല്ലാം മുകളിലുള്ള ഒരു സ്ഥാനം, അതാണ് വൈകുണ്ഠം, അതാണ് ഭഗവാന്റെ സ്ഥാനം. പിന്നെ ആ വൈകുണ്ഠത്തിലും അപ്പൊ അവിടെ പറയാണ്, ഈ വൈകുണ്ഠത്തിൽ വിരാജിക്കുന്ന ഭഗവാനും കാരണജലത്തിൽ, അതായത് സൃഷ്ടിയുടെ തുടക്കത്തില് ആ കാരണജലത്തിൽ ഉള്ള ആ ഭഗവാനും, അതുപോലെ തന്നെ ആ ഗോപഗ്രഹത്തില് അവിടെ അമ്പാടിയില് അവരുടെ ഉണ്ണിക്കണ്ണനായിട്ട്, അവരിൽ ഒരാളായിട്ട് ആ ജീവിച്ച അതും ആ ഭാവവും ഇപ്പോ ഇവിടെ എന്റെ മുന്നിൽ ഈ ഗുരുവായൂരിൽ സാക്ഷാത്തായി വിളങ്ങുന്ന ഭഗവാനും എല്ലാം ഒന്നു തന്നെയാണ്. ആ ശുദ്ധ സത്വമാത്ര സ്വരൂപനായിട്ടുള്ള സത്ത്, ചിത്ത്, ആനന്ദം, അത് എല്ലാം കൂടിയ ആ സാക്ഷാൽ ബ്രഹ്മം, ആ അഭിന്നമായിട്ടുള്ള സ്വരൂപം അങ്ങനെ വിരാജിക്കുന്നു. അല്ലയോ ഭഗവാനെ, ഇത് മനസ്സിലാക്കാൻ എന്നെയും ഇത് വായിക്കുന്ന എല്ലാവരെയും പ്രാപ്തരാക്കണേ എന്ന് ആ ഭക്തകവിയായിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാറ്റിൻ്റെയും ഉയർന്ന നിലയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള ആ വൈകുണ്ഠ പദവി ലഭിക്കണേ എന്നും കൂടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പൊ അതായത് ഭഗവാനായി തീരുകയാണ്. ഭഗവാനെ പ്രാർത്ഥിച്ച്, ഇപ്പൊ വേട്ടാളന്റെ കഥ പറഞ്ഞില്ലേ, ആ വേട്ടാളനെ ധ്യാനിച്ച് ആയിത്തീരുക. അതുപോലെ ഭഗവാനെ ധ്യാനിച്ച് ബാക്കി മായയുടെ ആവരണങ്ങള്, ഓരോ തരത്തിലുള്ള ആവരണങ്ങളാണ് നമ്മുടെ മനസ്സില്. ആ മനസ്സിന്റെ കൽമഷങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഓരോ ആവരണങ്ങളാണ്. ആ ആവരണങ്ങളെല്ലാം നീങ്ങി ആ ശുദ്ധ സത്വരൂപം തെളിയുമ്പോ നമ്മളും ഭഗവാനും ഒന്നാണ് എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ആ ഒരു ഉണ്മയിലേക്ക് നമ്മൾ ഉയരാണ്. അതിനെ നമ്മളെ എല്ലാം പ്രാപ്തരാക്കണേ. ഈ നാരായണീയ പഠനം കൊണ്ട്, നാരായണീയ ഉപാസന കൊണ്ട് ഞങ്ങളെ അതിനൊക്കെ പ്രാപ്തരാക്കണേ ഗുരുവായൂരപ്പ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഭക്തി ആദരപൂർവം 97ാമത്തെ ദശകം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഹരി ഓം.